ദേവമംഗലം തറവാടിൻ്റെ ഉമ്മറത്ത് അന്ന് വലിയൊരു തർക്കവും കോലാഹലവുമാണ് നടന്നത്. സ്വന്തം അച്ഛൻ ചെയ്ത തെറ്റുകളുടെയും ചതികളുടെയും പേരിൽ തികച്ചും നിരപരാധിയായ ശ്രീദേവി അവിടെ വലിയൊരു പ്രതിസന്ധിയിലായി. എന്നെയും എൻ്റെ കുടുംബത്തിനെയും ചതിച്ച ഉദയഭാനുവിൻ്റെ മകൾ ഇനി ഈ വീട്ടിലുണ്ടാകാൻ പാടില്ല. വീട്ടിലെ മുതിർന്നവരുടെ ആ കടുത്ത വാക്കുകൾ കേട്ട് ശ്രീദേവി തകർന്നുപോയി. തൻ്റെ അച്ഛൻ ചെയ്ത തെറ്റിന് താൻ എങ്ങനെയാണ് ഉത്തരവാദിയാവുക എന്ന് ചിന്തിക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. ഇനി ഇവളെ ഈ വീട്ടിൽ വേണ്ട എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവളോട് ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുവാൻ അവർ ആവശ്യപ്പെട്ടു. കണ്ണീരൊഴുക്കിക്കൊണ്ട് ശ്രീദേവി അമ്മയുടെ അരികിലേക്ക് ചെന്നു. അമ്മേ, എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടല്ലേ അമ്മേ എന്ന് ദയനീയമായി അപേക്ഷിച്ചു. മകളുടെ ഈ അവസ്ഥ കണ്ട് സങ്കടം സഹിക്കാനാവാതെ അവളുടെ അച്ഛനും അമ്മയും രംഗത്തേക്ക് വന്നു. നമ്മുടെ മോളെ നമ്മൾ കല്യാണം കഴിച്ചു വിട്ടത് ഈ വീട്ടിലേക്കാ എന്ന് പറഞ്ഞ് അവർ ശ്രീദേവിക്കായി വാദിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആ വീട്ടുകാരുടെ മനസ്സലിഞ്ഞില്ല. ഇവിടെ നിന്ന് അവൾ എങ്ങോട്ട് പോകുന്നു എന്നത് ഞങ്ങളുടെ പ്രശ്നമേ അല്ല എന്ന കടുത്ത നിലപാടായിരുന്നു അവർ ഒടുവിൽ. സ്വന്തം അച്ഛൻ ചെയ്ത ചതിയുടെയും ഭാരവും പേറി താൻ ഏറെ സ്നേഹിച്ച ദേവമംഗലം തറവാടിൻ്റെ പടികൾ ഇറങ്ങാൻ ശ്രീദേവി നിർബന്ധിതയാവുകയാണ്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രൂപപ്പെടുത്തുക.